മതേതരത്വത്തിനെ കുറിച്ച് വാചാലമാവുകയാണ് മുസ്ലിം ലീഗ്. ഞങ്ങൾക്ക് മതമാണ് 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 പ്രശ്നം, അത് ഞങ്ങളുടെ ഐഡന്റിറ്റിയാണ്. എന്നാൽ അങ്ങനെ പറയാൻ ലീഗിനും UDF-നും അർഹതയുണ്ടോ? 2001 നിയമസഭാ തെരഞ്ഞെടുപ്പ് UDF ജയിച്ച കഥ എങ്ങനെയാണെന്ന് നിങ്ങൾക്കറിയാമോ? ഈന്തുള്ളതിൽ ബിനു എന്ന പേര് കേരളത്തിന് മറക്കാനാകും. 2001 തെരുവംപറമ്പിൽ നബീസ എന്ന മുസ്ലിം യുവതിയെ ബലാത്സംഗം ചെയ്തു എന്ന കള്ളക്കഥ പ്രചരിപ്പിച്ചാണ് ബിനു എന്ന CPIM പ്രവർത്തകനെ കൊന്നത്. 2001 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDF വൻ വിജയം നേടാൻ ബലി കൊടുത്തത് ഈന്തുള്ളതിൽ ബിനു എന്ന ചെറുപ്പക്കാരന്റെ ജീവനാണ്. നിസ്കാരപായയിൽ വെച്ച് നബീസു എന്ന വനിതയെ ബലാത്സംഗം ചെയ്തു എന്ന വ്യാജ പ്രചരണം അഴിച്ചുവിട്ടാണ് UDF അന്ന് വോട്ട് പിടിച്ചത്. താൻ ആ സംഭവം നടന്ന സമയത്ത് അവിടെ ഇല്ല എന്ന് പറഞ്ഞിട്ടും ലീഗ് വർഗീയവാദികൾ ബിനുവിനെ വെറുതെ വിട്ടില്ല. UDF അധികാരത്തിൽ വന്നതിന് ശേഷം പരസ്യമായി നടത്തിയ വധശിക്ഷ ഈന്തുള്ളതിൽ ബിനുവിന്റേതായിരുന്നു. NDF ഭീകരവാദികൾ ബിനുവിനെ വെട്ടി നുറുക്കുകയായിരുന്നു. പിന്നീട് നബീസു കേരള സമൂഹത്തിന് മുന്നിൽ വന്ന് സത്യം വിളിച്ചു പറഞ്ഞു. തിരഞ്ഞെടുപ്പ് വിജയത്തിനായി കേരളം മുഴുവൻ പ്രചരിപ്പിക്കാനായി മുസ്ലിം ലീഗ് മെനഞ്ഞെടുത്ത കള്ളക്കഥയായിരുന്നു അത്. അന്ന് കേരളത്തിലുടനീളം അഴിച്ചുവിട്ട വർഗീയ പ്രചരണത്തിന്റെ വിഷവിത്തുകൾ ഇന്നും നാദാപുരത്തില്ലേ? അതിൽ നിന്നൊക്കെ എങ്ങനെയാണ് ലീഗിന് കൈയൊഴിയാൻ കഴിയുന്നത്? ഇന്നിപ്പോൾ സതീശന്റെ വശത്തിരുന്ന് കുഞ്ഞാലിക്കുട്ടി മതേതരത്വം പറഞ്ഞാൽ ഈന്തുള്ളതിൽ ബിനു എന്ന ചെറുപ്പക്കാരന്റെ ജീവൻ തിരികെ വരുമോ? ഒരു തിരഞ്ഞെടുപ്പ് ജയിക്കാൻ വേണ്ടി മതത്തിനെ കൂട്ടുപിടിക്കാനും അത് ഉപയോഗിക്കാനും RSSന് മാത്രമല്ല ലീഗിനും കഴിയുമെന്ന് അന്ന് തന്നെ ലീഗ് തെളിയിച്ചു. ഞങ്ങൾക്ക് മതമാണ് 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 പ്രശ്നം. ഈ ലീഗും സതീശനും ജമാഅത്തെ ഇസ്ലാമിയും ചേർന്ന് 2001 ആവർത്തിക്കാനാണ് ശ്രമിക്കുന്നത്. ഇന്നിപ്പോൾ NDF ഇല്ലാത്തത് കൊണ്ട് മതരാഷ്ട്രവാദം കൊണ്ടു നടക്കുന്ന ജമാഅത്തെ ഇസ്ലാമിയാണ് നേതൃത്വം എന്ന് മാത്രം.